ഹലോ ഗായ്സ്, ഒരു സിനിമയ്ക്ക് പോയാലോ? സ്ക്വയർ മാളിലാണ് സിനിമ. അപ്പോൾ ബ്ലോക്ക് ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മൾ ഓൺ ടൈമിലെത്തും. ലോക സിനിമയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ജിഷ്ണു ഉണ്ട്. അപ്പോൾ ഉടനെ വിളിച്ചപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അവൻ വരുന്നതിനനുസരിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ പോകും. കുറച്ച് ദിവസമായിട്ട് ലോക സിനിമയുടെ റിവ്യൂ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ മസ്റ്റ് വാച്ച്. അതുമാത്രമല്ല സൂപ്പർ ഹീറോസിന്റെ സ്റ്റോറിയാണെന്ന് ഞാനിങ്ങനെ കേട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഗോസ്റ്റിന്റെ കാര്യം പറയുന്നത് കേൾക്കാൻ എനിക്ക് പേടിയാണെങ്കിലും ഫിലിം കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ വേഗം ഒരുങ്ങുകയാണ്. ആദ്യമായിട്ട് ജീൻസ് അത്ര മെനയായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ മാറ്റി ഞങ്ങൾ പോകുന്നത് കൊച്ചി MG റോഡിലുള്ള സെൻട്രൽ സ്ക്വയർ മാളിലാണ് കേട്ടോ. അധികം ദൂരം ഇല്ല, പക്ഷേ ബ്ലോക്ക് എങ്ങാനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയാൽ പണി പാളും. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ ജിഷ്ണു എത്തി കേട്ടോ. ഞാൻ ഡൂക്കാണ് പ്രതീക്ഷിച്ചത്, അവൻ അത് കൊണ്ടുവന്നില്ല. കാരണം അത് സ്റ്റാർട്ട് ആവുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ എന്റെ മയിൽവാഹനം തന്നെ എടുത്തു കേട്ടോ. ഇവന്റെ ഈ ഗെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്ര അലങ്കാരം വേണോ ഒരു സിനിമ കാണാൻ പോവാന്? കുറച്ച് ഓവറായാലല്ലേ എല്ലാരും ശ്രദ്ധിക്കും. ദിസ് ഈസ് മൈ ടാക്ട്. എന്റെ ബാധ്യതയുടെ ലിസ്റ്റും പ്രാരാബ്ദത്തിന്റെ ഗീയും. ലെറ്റ്സ് ഗോ. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ചേച്ചി ഇത് വലിയ സെറ്റപ്പിനുള്ളതല്ല, അവിടെ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് വല്ല ഹുഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പിടിച്ചോളാൻ. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത് കേട്ടോ. കാരണം തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. കറക്റ്റ് ഞങ്ങൾ 7:15 ആയപ്പം സെൻട്രൽ സ്ക്വയർ മാളിൽ എത്തി കേട്ടോ. പക്ഷേ എനിക്ക് നല്ല വിശപ്പായിരുന്നു. ബിക്കോസ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞു, ഇവിടെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഒന്നിലും നമുക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് വല്ല പൊറോട്ടയും ചിക്കനും കഴിക്കാമെന്ന്. പക്ഷെ അവൻ നിന്നില്ല, ദുഷ്ടൻ. കാണാത്തത് ക്യാമറ ഇവിടെയാണോ ഇവിടെയാണോ? ഇത് നോർമല്. അതെന്താണ് നിനക്ക് കളർ പോകും? ഇതിനകത്ത് കളർ കൂടുതൽ, ഇതിനകത്ത് കളർ കുറവ്. അതെന്താ അങ്ങനെ? അങ്ങനെ ലോവർ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമുക്ക് ടോക്കണൊക്കെ കിട്ടി. ഇനി നേരെ 6th ഫ്ലോറിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ലിഫ്റ്റ് കയറി 6th ഫ്ലോറിലെത്തി ടിക്കറ്റൊക്കെ കാണിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ചെറിയ പാക്കറ്റ് പോപ്കോണിൻ്റെ ഒക്കെ വില കേട്ട് എൻ്റെ തല ഇറങ്ങി കേട്ടോ. വിശന്നിട്ടുള്ള തലവർക്കുമല്ല, വില കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ഞാൻ സെറ്റാക്കി തരാം. തിയേറ്ററിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഏതോ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തരാം, അതാകുമ്പോൾ നമ്മുടെ സീറ്റിൽ കൊണ്ടുതരും. പക്ഷേ ഈ ദുഷ്ടൻ എന്നെ പറ്റിച്ചു ഗേസ്. എനിക്ക് ഒന്നും ഓർഡർ ചെയ്തു തന്നില്ല. അത് മാത്രമല്ല എനിക്ക് പോപ്കോൺ എന്തോ സാധനം വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ അവിടുത്തെ കണ്ട ചിക്കുകളെല്ലാം വാങ്ങി നോക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? അതുകൊണ്ട് ഞാൻ പ്രൂഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതോടുകൂടി ഇതിനൊരു തീരുമാനമാവും ഗൈസ്. ഒന്നുകിൽ ഇവൻ എൻ്റെ കൂടെയുള്ള വീഡിയോ പിടുത്തം നിർത്തും, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ പിടിക്കാൻ ഉണ്ടാവില്ല. സീറ്റിൻ്റെ കാര്യത്തിലേ ഉള്ളായിരുന്നു എനിക്ക് ഡൗട്ട്. കാരണം ഇവൻ ഏറ്റവും ബാക്കിലാണെന്ന് പറഞ്ഞ് സീറ്റ് ബുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും. സുമതി വളവ് കാണാൻ പോയി, അങ്ങനെ എനിക്കൊരു പണി കിട്ടിയതാ. അത് മാത്രമല്ല ഈ വീഡിയോ റിലീസ് ആവുന്നതോടെ ഞാൻ ഒരാളെയും കൂടി പേടിക്കണം, എൻ്റെ ആർഷമോനെ. അവൻ അറിയാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത് കേട്ടോ. അത് മാത്രമല്ല തലേ ദിവസം വീട്ടിൽ പോയപ്പോഴും കൂടെ അവൻ പറഞ്ഞതാ, അമ്മ എനിക്ക് ഈ സിനിമ കാണണമെന്ന്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു മൂഡില്ല പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, മോനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മോൻ മാല ഇട്ടേക്കല്ലേ, അപ്പോൾ അയ്യപ്പന്മാർ സിനിമ കാണാൻ പാടില്ല എന്ന് ചുമ്മാ പറഞ്ഞു പറ്റിച്ചു. പാവം വിശ്വസിച്ചിരിക്കും. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫിലിം തുടങ്ങി കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് കല്യാണിനെ നല്ല വൃത്തിയായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും ഐ മേക്കപ്പ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും മിച്ചം. കള്ളിയങ്കാട്ട് നീലിയായിട്ട് എനിക്ക് നല്ല രസമായിട്ട് ഇഷ്ടം. ആദ്യമായിട്ടാണ് ഒരു യക്ഷി ഫിലിം കണ്ട് ത്രൂ ഔട്ട് ചിരിക്കുന്നത് കേട്ടോ. ചിരിക്കാനും അല്ല, ചെറുതായിട്ട് പേടിക്കാനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിന്റെ കളർ ഗ്രേഡിങ്ങും ഷോർട്സും മ്യൂസിക്കും എൻ്റർ വിഷ്വൽസ് വാസ് വെരി നൈസ്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മൂവി എനിക്ക് രണ്ടാമത് ഒന്നും കൂടി വാച്ച് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഇനി ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കിനും ആർഷമോനെയും കൂട്ടിയിട്ട് എന്തായാലും ഒരിക്കൽ കൂടി പോകണം. അത്ര നല്ല പടം, നമുക്ക് മടുപ്പൊന്നും തോന്നിക്കത്തില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് വിശന്നതുമില്ല കേട്ടോ. ഞാൻ ആ സിനിമയിൽ തന്നെ മുഴുകിയിരിക്കുകയായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇനി ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്യൂൻസ്വേയിൽ പോയി എന്തേലും വെട്ടി വിഴുങ്ങുക. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ എന്താ ഒരു ഷേക്കും കുടിച്ചു. വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, നല്ല മഴയായിരുന്നു, നല്ല വിശപ്പ്. അപ്പോൾ ടാറ്റാ.